ദേശമുണർന്നാൽ ഒരു ഭവനത്തിൽ അഗ്നിമഴ പെയ്തിടും. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. നിങ്ങളിപ്പോൾ ആയിരിക്കുന്ന ഈ ജീവിത വഴിയിൽ ഏതു തരത്തിലുള്ള ജീവിത വഴിയിലൂടെയാണ് പോകുന്നതെങ്കിലും ഈ കേൾക്കാൻ പോകുന്ന വചനം അങ്ങ് സ്വീകരിക്കുക. ഈ വചനം സ്വീകരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് ചില കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിശുദ്ധ പൗലോസ് ശ്ലീഹ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 20-ാം തിരുവചനം. സെന്റ് പോൾസ് ലെറ്റർ ടു എഫേഷ്യൻസ് ചാപ്റ്റർ 3 വേഴ്സ് 20. 3-ാം അധ്യായം 20-ാം തിരുവചനം. വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നു: നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന അവിടത്തേക്ക് മഹത്വമുണ്ടാവട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം കേട്ടോ. വിശുദ്ധ പൗലോസ് ശ്ലീഹ എഫേസ്യർക്ക് എഴുതിയ ലേഖനം അധ്യായം 3-ാം അധ്യായം 20-ാം തിരുവചനം. നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന അവിടുന്ന്. വചനം പഠിപ്പിക്കുകയാണ്, നീ ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ കർത്താവിന് ചെയ്തു തരാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന അവിടുത്തേക്ക് മഹത്വം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ നമ്മൾ വിശ്വസിക്കുകയാണ്. ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരും ഇത് ഏറ്റെടുക്കുകയാണ്. ഞാൻ ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന എൻ്റെ കർത്താവ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നതിൻ്റെ പ്രാധാന്യം. നിങ്ങൾക്കാർക്കും പണിയില്ലാത്തവരൊന്നുമല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ പല കാര്യങ്ങൾ ഈ ദിവസം വ്യാപരിക്കാം. എന്നാൽ നമ്മൾ വിശ്വസിച്ച് ഏറ്റെടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഞാൻ ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും അധികമായി വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന എൻ്റെ കർത്താവ്. പ്രൈസ് ദി ലോർഡ്. മക്കളെ ഓർത്തുകൊണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കുന്നവരെ കൈപൊക്കിക്കേ. മക്കളെ ഓർത്തുകൊണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ, അവരുടെ കല്യാണം, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ രോഗങ്ങൾ, അവരുടെ ഭാവി ജീവിതം, അങ്ങനെ ചോദിക്കുന്നവർ ഇവിടെയുള്ള ഒട്ടുമുക്കാലും പേരും അത് ചോദിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. കരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ നിന്നെ. നീ ഇത് വിശ്വസിക്കണം. എന്ത് വിശ്വസിക്കണം? ഞാൻ ചോദിക്കുന്നതിലും അധികമായി, ഞാൻ ആഗ്രഹിക്കുന്നതിലും അധികമായി എൻ്റെ ദൈവം ഈ വിഷയത്തിൽ ഇടപെടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൈതാത്തിക്കേ. ഇവിടുത്തെ ഒരു ശുശ്രൂഷക കഴിഞ്ഞ ദിവസം ഒന്ന് പറഞ്ഞൊരു കാര്യമാണ്. ആ ശുശ്രൂഷയുടെ മകള് UK പഠിക്കാൻ പോയിരിക്കുകയാണ്. പഠിക്കാൻ പോയിരിക്കുന്ന മകള് അവിടുത്തെ ഒരു പാർട്ട് ടൈം ജോലി കിട്ടാൻ വേണ്ടി വല്ലാണ്ട് കഷ്ടപ്പെടുകയാണ്. പാർട്ട് ടൈം ജോലി. അപ്പോഴാണ് നമ്മൾ ഈ പറഞ്ഞ വചനം, വിശുദ്ധ പൗലോസ് ശ്ലീഹ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 20-ാം തിരുവചനം. ഈ വചനം ഈ അമ്മ മകൾക്ക് പറഞ്ഞു കൊടുത്തു. ഈ അമ്മ ഇവിടുത്തെ ഒരു ശുശ്രൂഷയാണ്. മകൾക്ക് പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു, മകളെ, നീ ചെന്നിരിക്കുന്ന സ്ഥലത്ത് നിനക്കിപ്പോൾ സഹായിക്കാൻ ആരുമില്ലല്ലോ, നിനക്കിപ്പോൾ ഈ ഒരു ജോലി വാങ്ങിത്തരാൻ ആരുമില്ലല്ലോ. പാർട്ട് ടൈം ജോലി കിട്ടിയെങ്കിലേ അവിടെ ജീവിക്കാൻ പറ്റുള്ളൂ. എന്ന് മാത്രമല്ല, ഇവിടുന്ന് ബാങ്ക് ലോണൊക്കെ എടുത്തിട്ടാണ് പോയിരിക്കുന്നത്. ഈ പാർട്ട് ടൈം ജോലി കിട്ടിയിട്ട് വേണം കാര്യങ്ങളൊന്ന് മുമ്പോട്ട് നീങ്ങാൻ. അപ്പോൾ മൊത്തം ഒരു പ്രതിസന്ധിയിലാണ്. അമ്മ പ്രാർത്ഥിക്കുന്നു, മകള് പ്രാർത്ഥിക്കുന്നു, പലരും പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഈ അമ്മ മകളോട് പറഞ്ഞു കൊടുത്തു, മകളെ, ചെയ്യാൻ പറ്റിയൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയോ? ഈ വചനം ഇതിങ്ങനെ എഴുതി പഠിച്ചോളാൻ പറഞ്ഞു. ഒരു നോട്ട് ബുക്ക് എടുത്തിട്ട് എഴുതി പഠിക്കാൻ പറഞ്ഞു. എഴുതി പഠിക്കാൻ പറഞ്ഞു. അപ്പോൾ അവൾക്ക് പാർട്ട് ടൈം ജോലി കിട്ടാത്തത് കൊണ്ട് അവളിങ്ങനെ നിരാശപ്പെട്ടിരിക്കുകയാണ്. അവളിങ്ങനെ ആരെ ഫോൺ വിളിച്ചാലും പറയുന്നത് എന്താണ്? അയ്യോ, എനിക്ക് ജോലി കിട്ടിയില്ല, എനിക്ക് ജോലി കിട്ടിയില്ല, ഞാൻ എന്ത് ചെയ്യുമേ. ഇവിടെ ഇരിക്കുന്ന
ചിലരുടെയൊക്കെ വീടുകളിലും ചില മക്കളാവാം, പ്രിയപ്പെട്ടവരാവാം, വിദേശത്ത് നിന്ന് ഫോൺ ചെയ്യുമ്പോൾ പറയും എന്തായിരിക്കും, ഒരു പാർട്ട് ടൈം ജോലി കിട്ടാൻ, ഇവിടുത്തെ കാര്യങ്ങൾ ശരിയാവാൻ, ഇവിടുത്തെ PR ശരിയാവാൻ, വിസ ഒന്ന് സ്ഥിരമായിട്ട് കിട്ടാൻ ഒന്ന് പ്രാർത്ഥിക്കണേ. പ്രാർത്ഥിക്കുന്നുണ്ടാവും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ ഈ അമ്മ മകളോട് പറഞ്ഞു കൊടുത്ത്, മോളെ ഈ വചനം എഴുതി പഠിക്കാൻ പറഞ്ഞു, ഈ വചനം എഴുതി പഠിക്കാൻ പറഞ്ഞു. ഈ മകള് അമ്മ പറഞ്ഞത് കേട്ടിട്ട് ഒരു ബുക്കിൽ ഈ വചനം ഒരു 100 തവണ അങ്ങോട്ട് എഴുതി. വിശുദ്ധ പൗലോസ്ലീഹ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 3-20 തിരുവചനം എന്താണ്? നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന അവിടുത്തേക്ക് മഹത്വം. ഈ വചനം എഴുതുന്നത് എന്തിനാണെന്നറിയാവോ? ഈ വചനം വെറുതെ എഴുതാൻ വേണ്ടി എഴുതുന്നതല്ല. പണ്ടൊക്കെ നമ്മൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ നമുക്ക് പണിഷ്മെന്റ് കിട്ടും, 100 പ്രാവശ്യം എഴുതിക്കൊണ്ടു അല്ലേ? അങ്ങനെ എഴുതുന്നതല്ല, മറിച്ച് വചനം എഴുതുമ്പോൾ ആ വചനം പഠിക്കാനും പ്രാർത്ഥിക്കാനും വചനം ഈ വ്യക്തിയിൽ അത് അനുഭവമായിട്ടും മാറും. അപ്പം ഈ പെൺകുട്ടി വചനം എഴുതി പഠിക്കാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി. എൻ്റെ പ്രിയപ്പെട്ടവരെ, സംഭവിച്ച കാര്യം എന്താണെന്നറിയാവോ? ഈ പെൺകുട്ടി താമസിക്കുന്ന സ്ഥലത്ത് മറ്റൊരു പെൺകുട്ടിയും കൂടെ ഉണ്ട്. അവളൊരു ഒരു ഹോം കെയറിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഈ പെൺകുട്ടിയോട് പറഞ്ഞു, വാ നീയും കൂടെ വാ, നാളെ പോകുമ്പോൾ നീയും കൂടെ വാ, നമുക്കൊന്ന് പോയി അന്വേഷിക്കാം. എന്തു പറയേണ്ടു, പാർട്ട് ടൈം ജോലി അന്വേഷിച്ചു പോയ ഈ മകൾക്ക് പിന്നീട് സംഭവിച്ച കാര്യം, അവര് തന്നെ ഇവളുടെ പഠനത്തിന് ശേഷം വിസ റെഡിയാക്കി കൊടുക്കാൻ, അതായത് കിട്ടാൻ ബുദ്ധിമുട്ടാണ്, അപ്പോൾ അവിടുന്ന് ഒരു വിസയും അതോടൊപ്പം തന്നെ അവിടെ തന്നെ സ്ഥിരമായി മുന്നോട്ട് പോകാൻ ഒരു ജോലിയും കർത്താവ് ഒരുക്കി കൊടുത്തു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഞാനിത് പറയുമ്പോഴത്തേക്ക് പ്രിയപ്പെട്ടവരെ, വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ, വചനം വിശ്വസിച്ചാൽ സംഭവിക്കുന്ന ചില കാര്യങ്ങളാണ്. ഇപ്പം ഇവിടെ ഇരിക്കുന്ന ചിലരെങ്കിലൊക്കെ ചിന്തിക്കും, ഒരുപക്ഷെ യൂട്യൂബിലൊക്കെ കേൾക്കുന്നവർ ചിന്തിക്കും, എന്ത് ചിന്തിക്കും? പിന്നെ വചനം ഇങ്ങനെ ചുമ്മാ പറഞ്ഞുകൊണ്ടിരുന്നാൽ പോരെ, കാര്യം നടക്കുമോ? വചനം ഇങ്ങനെ എഴുതി വെച്ചാൽ കാര്യം നടക്കുമോ? എന്നാൽ വചനത്തിൻ്റെ ശക്തി എന്താണ്? വചനം തമ്പുരാൻ കർത്താവാണ്. നമ്മളത് ഏറ്റെടുക്കുമ്പോൾ അത് നമ്മിൽ സംഭവിക്കുകയാണ്. ഹല്ലേലൂയാ. കണ്ണടച്ചോ, എന്നിട്ട് ഈ വചനം നമ്മൾ വിശ്വസിക്കുകയാണ്. വിശുദ്ധ പൗലോസ്ലീഹ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 3-20 തിരുവചനം, നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന അവിടുത്തേക്ക് മഹത്വമുണ്ടായിരിക്കട്ടെ. വചനം വിശ്വസിച്ചേറ്റ് പറയുക, നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന അവിടുത്തേക്ക് മഹത്വമുണ്ടായിരിക്കട്ടെ. നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന അവിടുത്തേക്ക് മഹത്വമുണ്ടായിരിക്കട്ടെ. നിങ്ങളോട് പ്രാർത്ഥനാ സഹായം ചോദിച്ചിട്ടുള്ള, ഒരുപക്ഷെ വിദേശത്തൊക്കെയുള്ള നിങ്ങളുടെ പ്രിയപ്പെട്ടവർ, ഒരുപക്ഷെ ILTC പരീക്ഷ എഴുതി പരാജയപ്പെടുന്നു, OIT പരീക്ഷ എഴുതുന്നു, വിദേശത്തേക്ക് ജീവിതം വഴിമാറാൻ ആഗ്രഹിക്കുന്നു, PR കിട്ടാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു, വിസയുടെ സ്ഥിരമായിട്ടുള്ള ജീവിതം കിട്ടാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ പലതും ഈ സമയം വിശ്വസിക്കുക, എൻ്റെ കർത്താവേ, ഈ വചനത്തിൻ്റെ ശക്തിയാൽ ഞാൻ ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന അങ്ങേക്ക് മഹത്വം, അങ്ങേക്ക് മഹത്വം. വളരെ ശക്തമായൊരു വചനമാണ്. മക്കബായരുടെ 2-ാം പുസ്തകം 8-ാം അധ്യായം 18-ാം തിരുവചനം, അവർ ആയുധത്തിലും സാഹസകൃത്യങ്ങളിലും ആശ്രയിക്കുന്നു, നമുക്കെതിരെ വരുന്ന ശത്രുക്കളായ ലോകം മുഴുവനെ തന്നെയും അങ്കുലി ചലനം കൊണ്ട് തറപറ്റിക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിലാണ് നമ്മുടെ പ്രത്യാശ. വചനം നമുക്കൊന്ന് ഏറ്റുപറയാം. വളരെ അതിശക്തമായ കൃപ ചൊരിയുന്നൊരു വചനമാണ്. മക്കബായരുടെ 2-ാം പുസ്തകം പറഞ്ഞേ. മക്കബായരുടെ 2-ാം പുസ്തകം 8-ാം അധ്യായം 18-ാം തിരുവചനം, അവർ ആയുധത്തിലും സാഹസകൃത്യങ്ങളിലും ആശ്രയിക്കുന്നു, നമുക്കെതിരെ വരുന്ന ശത്രുക്കളായ ലോകം മുഴുവനെ തന്നെയും അങ്കുലി ചലനം കൊണ്ട് തറ പറ്റിക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിലാണ് നമ്മുടെ പ്രത്യാശ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ പ്രത്യാശ ആരിലാണ്? സർവശക്തനായ ദൈവത്തിലാണ്. സർവശക്തനായ ദൈവത്തിലാണ്. എങ്ങനെയുള്ള ദൈവം? സർവശക്തനായ ദൈവം.
ഈ വചനം പഠിക്കുമ്പോഴത്തേക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ ജീവിതത്തെ ആരെങ്കിലും ശല്യപ്പെടുത്തുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തെ ആരെങ്കിലും ശല്യപ്പെടുത്തുന്നുണ്ടെങ്കിൽ, നിങ്ങളെ നശിപ്പിക്കാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കെതിരെ ആരെങ്കിലും കഥകൾ മെനയുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തെ ക്ഷീണിപ്പിക്കാൻ, മലയാളത്തിലൊക്കെ പറഞ്ഞാൽ നിങ്ങളെ ചൊറിയാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, ഈ വചനം ഒന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചോളൂ. അതിശക്തമായ കൃപയുടെ ഒരു വചനമാണ്. ചിലരൊക്കെ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ പറയുന്ന കാര്യമാണ്, അച്ഛാ എൻ്റെ പ്രമോഷൻ തടസ്സപ്പെട്ടിരിക്കുന്നത്, എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവർ എന്നെക്കുറിച്ച് മോശം റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നു. അച്ഛാ ഞാൻ ഒരിക്കലും ഉയരാൻ അവരാഗ്രഹിക്കുന്നില്ല, അവരെപ്പോഴും എന്നെ പുറകോട്ട് വലിക്കും, എനിക്കെതിരെ കഥകൾ പറയുന്നു, എന്നെ എപ്പോഴും നശിപ്പിക്കാൻ ശ്രമിക്കുന്നു, എന്നെ പീഡിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ആരാണ് നമ്മളെ സഹായിക്കാനുള്ളത്? ആരാണ് നമ്മളെ സഹായിക്കാനുള്ളത്? സർവശക്തനായ ദൈവം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഒരുപക്ഷെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ചിലരെങ്കിലും ഒക്കെ ചിന്തിക്കും, അച്ഛാ എൻ്റെ ജീവിതത്തിൽ എന്നെ സഹായിക്കാൻ ആരുമില്ല, എന്നാൽ എൻ്റെ അയൽവാസി, ആ വ്യക്തി എന്നെ നിരന്തരം വിഷമിപ്പിക്കുന്നു, ആ വ്യക്തിയുടെ കൂടെയാണ് രാഷ്ട്രീയ പാർട്ടിക്കാർ, ആ വ്യക്തിയുടെ കൂടെയാണ് ഇവിടെയുള്ള നാട്ടുകാർ മുഴുവൻ എന്നെ വിഷമിപ്പിക്കുന്നു, ഭാരപ്പെടുത്തുന്നു. എൻ്റെ അച്ഛാ എനിക്ക് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റാത്ത വണ്ണം അവർ വിഷമിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിന്റെ വിഷമം ആരറിയുന്നു? സർവശക്തനായ ദൈവം അറിയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഒരുപക്ഷെ ഒരു കല്യാണം, ഈ കഴിഞ്ഞ നാളിൽ കുറച്ചാൾക്ക് മുമ്പ് വന്നൊരു ചേട്ടൻ്റെ കുടുംബത്തിൻ്റെ സങ്കടം അതാണ്. ഇവരുടെ വീട്ടിലെ കല്യാണം ആലോചനകൾ പലതും വരും. ആലോചനകൾ പലതും വന്ന് ഇവരുടെ വീടിനടുത്ത് ചുറ്റുവട്ടത്തുള്ളൊരു 3-4 വീട്ടിൽ അന്വേഷിക്കുമ്പോൾ അവര് മുടക്കിക്കളയും. അവര് ഇല്ലാത്ത കഥകൾ പറഞ്ഞ് ഈ കുടുംബത്തെക്കുറിച്ച് പറഞ്ഞ് വരുന്ന ആലോചനകൾ മുഴുവൻ മുടക്കിക്കളയും. എന്തൊരു വലിയൊരു സങ്കടമാണെന്നറിയോ? ഞാനിത് പറയുമ്പോൾ ചില കുടുംബങ്ങളിലൊക്കെ ഇത് അനുഭവിച്ചിട്ടുണ്ടാവും. ഇല്ലാത്ത കഥകൾ പറഞ്ഞ് മുഴുവൻ അത് മുടക്കിക്കളയുന്നു, നശിപ്പിച്ചു കളയുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വലിയ വിഷമത്തിലൂടെ കടന്നു പോകുന്നവരുണ്ടാവും, വലിയ വിഷമത്തിലൂടെ. ഞാനീ പറഞ്ഞ ഒരു ഒറ്റച്ചേട്ടൻ്റെ കഥയല്ല, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെ ഉള്ളിൽ അനേക കഥകൾ പറയാനുണ്ടാവും. കഴിഞ്ഞ ദിവസത്തെ ഒരു കുടുംബത്തിൻ്റെ കണ്ണുനീര്. അപ്പം ഞാൻ ചോദിച്ചു, ഇതാരാ ഈ നിങ്ങളുടെ കുടുംബത്തെ? ഇവർ കല്യാണം കഴിച്ചു കേട്ടോ, കല്യാണം കഴിച്ചു. പക്ഷേ ഈ ചെറുക്കൻ്റെ കുടുംബം, പെൺവീട്ടുകാരാണ് വന്നിരിക്കുന്നത്. ചെറുക്കൻ്റെ കുടുംബത്തിൽ ചെറുക്കൻ്റെ അമ്മയ്ക്ക് ഇവളെ അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. അപ്പം ഞാൻ ചോദിച്ചു, എന്താ ഇഷ്ടപ്പെടാതിരിക്കാൻ കാരണം? നിങ്ങൾ ഇഷ്ടപ്പെടാതിരിക്കാൻ കാരണം എന്താ? എൻ്റെ അച്ഛാ, ഇഷ്ടപ്പെടാതിരിക്കാൻ ഞാനൊന്നും ചെയ്തിട്ടില്ല. ഇതെല്ലാം ചെയ്തത് മനസമ്മതം, എൻഗേജ്മെൻറ്റിന് വന്ന ബ്യൂട്ടീഷ്യനാണ് ഇതെല്ലാം ചെയ്തത്. അപ്പം ഞാൻ ചോദിച്ചു, ബ്യൂട്ടീഷ്യനോ? അതെ അച്ഛാ, ഈ ബ്യൂട്ടീഷ്യനെ അവരാണ് പറഞ്ഞു വിട്ടത്. ചെറുക്കൻ്റെ വീട്ടുകാർ പെണ്ണിൻ്റെ വീട്ടിലേക്ക് അവരുടെ ഒരു ബ്യൂട്ടീഷ്യനല്ല, ബ്യൂട്ടീഷ്യനെ പറഞ്ഞു വിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർ പറഞ്ഞു, അയ്യോ ഞങ്ങൾക്ക് ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഉണ്ട്. അല്ലല്ല, ഇത് ഞങ്ങളുടെ ആളാണെന്ന് പറഞ്ഞു വിട്ടു. ഈ ബ്യൂട്ടീഷ്യൻ വന്ന് മേക്കപ്പൊക്കെ നടത്തുന്നു, പരിപാടികളൊക്കെ നടക്കുന്നു. ഇതിനിടയിൽ ബ്യൂട്ടീഷ്യൻ പല കാര്യങ്ങളും പെണ്ണിൻ്റെ ചെവിയിൽ പറഞ്ഞു കൊടുത്തു. മേക്കപ്പ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ആരും ഇല്ലല്ലോ, ഈ പെണ്ണിനോട് ഈ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിനോട് വന്ന ബ്യൂട്ടീഷ്യൻ കുറേ കഥകൾ, ഉപകഥകൾ എല്ലാം പറഞ്ഞു കൊടുത്തു. പെണ്ണിൻ്റെ കണ്ണീന്ന് കണ്ണുനീര് വീഴാൻ തുടങ്ങി. ദൈവമേ, ഇങ്ങനെയുള്ളൊരു വീട്ടിലേക്കാണ് ഞാൻ പോകേണ്ടത്. ഈ ബ്യൂട്ടീഷ്യൻ എന്ത് ചെയ്തു? ഇവിടുത്തെ വർക്കിന് ശേഷം തിരിച്ച് ചെന്നിട്ട് അവിടുത്തെ വീട്ടിൽ ചെന്നിട്ട് ഇവിടുത്തെ കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു കൊടുത്തു. എൻ്റെ പ്രിയപ്പെട്ടവരെ, കല്യാണം ഒഴിവാക്കാൻ പറ്റാത്തൊരു സാഹചര്യം ആയിരുന്നുകൊണ്ട് കല്യാണം നടന്നു. ഇപ്പം ഈ 2 വീട്ടുകാരും കരച്ചിലാണ്, പിഴിച്ചിലാണ്, പ്രശ്നത്തിലാണ്. കാരണം ബ്യൂട്ടീഷ്യൻ. ഇവിടെ ആരെങ്കിലും ബ്യൂട്ടീഷ്യന്മാരിത് കേൾക്കുന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. കളിയാക്കാനോ വിഷമിപ്പിക്കാനോ പറഞ്ഞതല്ല, ഒരു വ്യക്തിയെക്കുറിച്ച് ഓർമ്മപ്പെടുത്താനാണ്. നിങ്ങളുടെ കുടുംബത്തിലും ഇതുപോലെ ചില ബ്യൂട്ടീഷ്യന്മാർ കയറിയിട്ടുണ്ടാവും അല്ലേ? പഴയ നിയമത്തിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ അല്ലേ? അതായത് ഇസ്രായേൽ ജനത്തെ എപ്പോഴും നശിപ്പിക്കാൻ വേണ്ടി ഒരു ഗ്രൂപ്പ് ആളുകൾ അല്ലേ, ഒരു ഗ്രൂപ്പ് ആളുകൾ എപ്പോഴും നശിപ്പിക്കാൻ നടക്കും. എന്ന പോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും, ആരെങ്കിലും നുഴഞ്ഞു കയറിയിട്ടുണ്ടാവും. അത് അയൽവാസിയാവാം, കൂട്ടുകാരനാവാം, കൂട്ടുകാരിയാവാം, ഇന്നുവരെ കണ്ടിട്ടില്ലാത്തവരാവാം. ഇല്ലെങ്കിൽ
നിങ്ങൾ ഫേസ്ബുക്കിൽ ഇട്ട ഒരു ചിത്രത്തിന് താഴെയുള്ള കമൻ്റ് ഇട്ട ഒരാളാവാം, അല്ലേ? ഒരു കമൻ്റ് ഇട്ട ഒരാളാവാം, നിങ്ങളെക്കുറിച്ച് ഇല്ലാത്ത കഥകൾ പറഞ്ഞതാവാം, യൂട്യൂബിന് താഴെ വന്നൊരു കമൻ്റ് ഇട്ടതാവാം, ഇടവകയിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ടതാവാം. ഓർക്കണം, നിങ്ങളുടെ ജീവിതത്തെ നശിപ്പിക്കാൻ ഇത്തരത്തിൽ ഏതെങ്കിലും വ്യക്തികളോ പ്രസ്ഥാനങ്ങളോ ആശയങ്ങളോ ചുറ്റുവട്ടത്തുള്ളപ്പോൾ നീ ചെയ്യേണ്ട കാര്യം അവരോട് നീ യുദ്ധം ചെയ്യാൻ പോകരുത്, അല്ലേ? വാട്സാപ്പിൽ ഒരു മെസ്സേജ് ഇട്ടു, ആ വ്യക്തി ഒരു മെസ്സേജ് ഇട്ടു, എന്നാൽ പിന്നെ അയാളെ ശരിയാക്കാൻ വേണ്ടി ഇവിടെ ഇരുന്നുകൊണ്ട് 4 എണ്ണം അങ്ങോട്ട് പറഞ്ഞു, അപ്പോൾ ആ വ്യക്തി ഒരു 5 എണ്ണം ഇങ്ങോട്ട് പറഞ്ഞു, അല്ലേ? അപ്പോൾ ഇവിടെ ഇരുന്നുകൊണ്ട് എന്നാൽ പിന്നെ ഇയാളൊന്ന് തറ പറ്റിച്ചിട്ട് കാര്യം, ഉടനെ തന്നെ ഈ പറഞ്ഞ ആളുടെ മരിച്ചുപോയ ആത്മാക്കളെ പോലും വിളിച്ചു വരുത്തി ഒരു 10 എണ്ണം അങ്ങോട്ട് പറഞ്ഞു. മനസ്സിലാവണുണ്ടോ? വല്ലതും നടക്കുന്ന കാര്യമാണ്. ശ്രദ്ധിക്കണം, നീ അവരോട് യുദ്ധം ചെയ്യാൻ പോകരുത്. നിന്റെ അനുഗ്രഹത്തെ നശിപ്പിക്കുന്ന കാര്യങ്ങളിൽ ഇടപെടരുത്. നിന്റെ അനുഗ്രഹത്തെ നശിപ്പിക്കുന്ന കാര്യത്തിൽ ഇടപെടരുത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതുകൊണ്ട് വചനം പഠിപ്പിക്കുന്ന എന്താ? 2 മക്കാബായർ 8:18, അവർ ആയുധത്തിലും സാഹസകൃത്യങ്ങളിലുമാണ് ആശ്രയിക്കുന്നത്. നിനക്കെതിരെ യുദ്ധം ചെയ്യുന്നവർ, അവർക്ക് പല പവർ ഉണ്ടാവും, ആയുധങ്ങളുണ്ടാവും, അവർക്ക് പണം ഉണ്ടാവും, അവർക്ക് കുടുംബ പാരമ്പര്യം ഉണ്ടാവും, നിനക്കൊന്നും ഇല്ലായിരിക്കും. എന്നാൽ നിനക്ക് വേണ്ടി നിലകൊള്ളുന്നത് സർവശക്തനായ ദൈവമാണ്. കണ്ണടച്ചേ, ഒന്ന് പ്രാർത്ഥിച്ചേ. ഒരുപക്ഷെ നിന്റെ വീടിരിക്കുന്ന സ്ഥലത്തിന് ചുറ്റും, നിന്റെ കൃഷിയിടത്തിന് ചുറ്റും ശല്യപ്പെടുത്തുന്ന ആരെങ്കിലും, ഒരു സ്ഥലം വിൽപ്പനയ്ക്ക് വേണ്ടി ശ്രമിച്ചിട്ട് നടക്കുന്നില്ല, പലരും പാര വയ്ക്കുന്നു, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, ദുഃഖം, ഭാരം ഉണ്ടാവും. സമർപ്പിച്ചേ. എൻ്റെ കർത്താവേ, ഈ ശുശ്രൂഷ സമയത്ത് സമർപ്പിക്കുന്നു. ഒരുപക്ഷെ ഒരു ജോലിക്ക് ശ്രമിച്ചിട്ട് പലരും അത് പുറകോട്ട് വലിക്കുന്നു, ഈ ജോലി കിട്ടുന്നില്ല, ചില കാര്യങ്ങൾക്ക് വേണ്ടി ആഗ്രഹിച്ചിട്ട് നടക്കുന്നില്ല, ഒരു വീട് പണിയാൻ ആഗ്രഹിച്ചിട്ട് പറ്റുന്നില്ല, ഒരു വാഹനം വാങ്ങാൻ ആഗ്രഹിച്ചിട്ട് പറ്റുന്നില്ല, ഒരു കല്യാണ ആലോചന വന്നിട്ട് പലരും അത് മുടക്കുന്നു. ഇങ്ങനെ തുടങ്ങി 100,000 കാര്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന സഹോദര സഹോദരി, നീ ഇത് വിശ്വസിക്കുക, ഈ വചനം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. മക്കബായരുടെ 2-ാം പുസ്തകം 8-ാം അധ്യായം 18-ാം തിരുവചനം, അവർ ആയുധത്തിലും സാഹസ കൃത്യങ്ങളിലും ആശ്രയിക്കുന്നു, നമുക്കെതിരെ വരുന്ന ശത്രുക്കളായ ലോകം മുഴുവനെ തന്നെയും അങ്കുലി ചലനം കൊണ്ട് തറ പറ്റിക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിലാണ് നമ്മുടെ പ്രത്യാശ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ വിഷയങ്ങളിൽ ദൈവിക ഇടപെടലുകൾ സംഭവിക്കുകയാണ്. ഇത് നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ കർത്താവ് കുറേ പേർക്ക് ക്ഷമിക്കാനുള്ള കൃപയൊക്കെ കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെക്കുറിച്ച് ഓർത്തോണ്ടിരിക്കും. നമ്മളെ നശിപ്പിക്കുന്നവരെക്കുറിച്ച്, നമ്മളെക്കുറിച്ച് ഇല്ലാ കഥകൾ പറഞ്ഞവരെക്കുറിച്ച് ഓർത്തോണ്ടിരിക്കും. തലയ്ക്കകത്ത് മുഴുവൻ അതായിരിക്കും. എന്നാൽ വചനം കടന്നു വരുമ്പോൾ നമുക്ക് കിട്ടുന്ന കൃപ ആ വ്യക്തികളോട് ക്ഷമിക്കാൻ, പൊറുക്കാൻ. കാരണം നമ്മൾ ആശ്രയിക്കുന്നത് ആരെയാണ്? സർവശക്തനായ ദൈവത്തെ. ലോകം മുഴുവനെ തന്നെയും അങ്കുലി ചലനത്താൽ എങ്ങനെ തറ പറ്റിക്കാൻ കഴിയുന്ന, അങ്കുലി ചലനത്താൽ തറ പറ്റിക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിലാണ് നമ്മുടെ പ്രത്യാശ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. 5-ാമത്തെ തിരുവചനം പരിചയമുള്ള തിരുവചനമായിരിക്കും ഇത്. ദിനവൃത്താന്ത പുസ്തകം 2-ാം പുസ്തകം, 2 പുസ്തകങ്ങളുണ്ട്. ദിനവൃത്താന്ത പുസ്തകം 2-ാം പുസ്തകം 7-ാം അധ്യായം 15-ാം തിരുവചനം. സെക്കൻഡ് ബുക്ക് ക്രോണിക്കൽസ് ചാപ്റ്റർ 7 വേഴ്സ് 15. വചനം എങ്ങനെയാണ്? ഇവിടെ നിന്നുയരുന്ന പ്രാർത്ഥനകൾക്ക് നേരെ എൻ്റെ കണ്ണും കാതും ജാഗരൂകമായിരിക്കും. ഇവിടെ നിന്നുയരുന്ന പ്രാർത്ഥനകൾക്ക് നേരെ എൻ്റെ കണ്ണും കാതും ജാഗരൂകമായിരിക്കും. ആര് പറയുക? സർവശക്തനായ ദൈവം പറയാണ്, നീ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കണ്ണ് നിന്റെ നേരെ, അവിടുത്തെ ചെവികൾ നിന്റെ നേരെ, നിന്റെ പ്രാർത്ഥനകൾക്ക് നേരെ. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയാ. ഇവിടെ നിന്നുയരുന്ന പ്രാർത്ഥനകൾക്ക് നേരെ എൻ്റെ കണ്ണും കാതും
ജാഗരൂകമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. വലതുകരമുയർത്തി വചനമേറ്റു പറയാം. ദിനവൃത്താന്ത പുസ്തകം 2-ാം പുസ്തകം 7-ാം അധ്യായം 15-ാം തിരുവചനം. ഇവിടെ നിന്നുയരുന്ന പ്രാർത്ഥനകൾക്ക് നേരെ എന്റെ കണ്ണും കാതും ജാഗരൂകമായിരിക്കും. 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 ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇത് വിശ്വസിച്ചോണം. ഓൺലൈനിലൊക്കെ പങ്കെടുക്കുന്നവര് ഏത് ശുശ്രൂഷയിലാണ് പങ്കെടുക്കുന്നേ? എന്ത് ശുശ്രൂഷയിലാണ് പങ്കെടുക്കുന്നേ? ഇത് എവിടെ ഇരിക്കുന്നേ? നമ്മൾ ഇരിക്കുന്ന സ്ഥലം പോട്ട ആശ്രമമാണ്. നിസാരപ്പെട്ടൊരു സ്ഥലമല്ല. നിസാരപ്പെട്ടൊരു സ്ഥലമല്ല. വർഷങ്ങൾക്ക് മുമ്പ് ദൈവം അനുഗ്രഹത്തിന് വേണ്ടി തെരഞ്ഞെടുത്തൊരു മണ്ണാണിത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വർഷങ്ങളായിട്ട് ഇവിടെയൊക്കെ വന്ന് പ്രാർത്ഥിക്കുന്നവർ ഇവിടെ ഇരിപ്പുണ്ട്. ഇവിടുത്തെ ശുശ്രൂഷകളോട് ചേർന്ന് ബന്ധപ്പെട്ട് ജീവിക്കുന്നവർ ഇവിടെ ഇരിപ്പുണ്ട്. ഈ ശുശ്രൂഷ ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നീ ശ്രദ്ധിക്കണം, നീ വിശ്വസിക്കണം. ഈ സ്ഥലം ഞാൻ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇത് നിസാരപ്പെട്ടൊരു സ്ഥലമല്ല. ദൈവം തെരഞ്ഞെടുത്തൊരു മണ്ണിലാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ സ്ഥലം ദൈവം തെരഞ്ഞെടുത്തതിനെ ഓർത്തുകൊണ്ട് ഒന്ന് കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ. ഇങ്ങനെ ഒരു ആലയം ദൈവം തെരഞ്ഞെടുത്തതിനെ ഓർത്തുകൊണ്ട് കരങ്ങൾ ഉയർത്തി ഒന്ന് കൈയടിച്ചേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ദൈവം ഈ സ്ഥലം നമുക്ക് വേണ്ടി തെരഞ്ഞെടുത്ത് ഇവിടെ ഒരുക്കിയിരിക്കുക. നമ്മുടെ പ്രാർത്ഥനകൾ ഇവിടെ നിന്ന് ഉയരുമ്പോൾ ഇതാ വചനം പഠിപ്പിക്കുന്നു, ദൈവത്തിൻ്റെ കണ്ണും കാതും ജാഗരൂകതയോടെ നിന്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകും. നിന്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതൊരു അഷ്വറൻസ് ആണ്, ഇതൊരു ഉറപ്പാണ്. ദൈവം നിന്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുമെന്നുള്ള വലിയ ഒരു ഉറപ്പ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഇന്ന് ഈ ശുശ്രൂഷയിൽ നമ്മൾ ഇവിടെ പങ്കെടുക്കുന്നത്. ഈ വചനം കൂടെ നമുക്കൊന്ന് പഠിക്കാം. പ്രത്യേകിച്ച് ഈ സമയത്ത് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ വീട്ടിലോ പരിചയത്തിലോ സൗഹൃദ വലയങ്ങളിലോ ആരെങ്കിലും പള്ളി പോവാതെ, ദൈവവിചാരമില്ലാതെ, പ്രാർത്ഥനയില്ലാതെ ഉഴപ്പി ജീവിക്കുന്നവരുണ്ടെങ്കിൽ, ചില ദുശീലങ്ങളിൽ അകപ്പെട്ട് ജീവിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേ. അവരുടെ മുഖം മനസ്സിൽ കാണണം. നമ്മളിങ്ങനെ കരമുയർത്തി പിടിച്ചിരിക്കുന്നത് അവരുടെ നേരെയാണെന്ന് നീ വിശ്വസിക്കണം. ഏതെങ്കിലും വിഷയത്തിൻ്റെ പേരിൽ പള്ളിയിൽ നിന്നൊക്കെ അകന്നു നിൽക്കുന്നവര്, ഭാരപ്പെട്ട് നിൽക്കുന്നവര്, ജീവിതത്തിൽ ഇനി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല എന്ന് ചിന്തിക്കുന്നവര്, ചില രോഗങ്ങളും തടസ്സങ്ങളും വന്നതിന് ശേഷം ജീവിതത്തിൽ ദൈവവിചാരം നഷ്ടപ്പെടുത്തിയവര്, നിരാശയിലും ദുഃഖത്തിലും കഴിയുന്നവരുണ്ടാകും. ഈ വലതുകരം ആ വ്യക്തിയുടെ നേരെ നീട്ടിപ്പിടിച്ചുകൊണ്ട് 2 ദിനവൃത്താന്തം 7:15 ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. ഇവിടെ നിന്നുയരുന്ന പ്രാർത്ഥനകൾക്ക് നേരെ എന്റെ കണ്ണും കാതും ജാഗരൂകമായിരിക്കും, ജാഗരൂകമായിരിക്കും, ജാഗരൂകമായിരിക്കും. ഇത് സംഭവിക്കട്ടെ, ഇത് സംഭവിക്കട്ടെ, ഇത് സംഭവിക്കട്ടെ. ആ 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് നന്നായിട്ട് നിവർത്തി ഉയർത്തിപ്പിടിച്ചേ. വീട്ടിലെ കുടുംബ പ്രാർത്ഥനയ്ക്കൊക്കെ അങ്ങനെയല്ലേ? കുടുംബ പ്രാർത്ഥനയുടെ സമയമാകുമ്പോഴത്തേക്ക് ഭയങ്കര പീഡയാണ്. കാരണം നമ്മൾ നന്നാവുന്നത്, നമ്മൾ പ്രാർത്ഥിക്കുന്നത് ആർക്കിഷ്ടമല്ല? സാത്താൻ ഇഷ്ടമല്ല. അവൻ ഏതെങ്കിലും വഴിയിൽ കൊണ്ടുവന്ന് നമ്മളെ പീഡിപ്പിക്കും. 2 കരങ്ങൾ നന്നായിട്ട് നിവർത്തി അങ്ങോട്ട് ഉയർത്തിപ്പിടിച്ചോ. ഒരല്പം ത്യാഗമൊക്കെ ഏറ്റെടുക്കണം കേട്ടോ. വെറുതെ ഈസി ആയിട്ട് കിട്ടാനല്ല, ത്യാഗം ഏറ്റെടുക്കണം. 2 കരങ്ങൾ നന്നായിട്ട് നിവർത്തി ഉയർത്തിപ്പിടിച്ചോ. കണ്ണടച്ചോ. നമ്മൾ ഉയർത്തിയ കരങ്ങൾ ശൂന്യമാണ്. ഇതാ ഈ സമയം ദൈവത്തിൻ്റെ ആത്മാവ് വചനത്തിലൂടെ പ്രാർത്ഥിച്ച ഓരോ മേഖലകളിലും അത്ഭുതങ്ങളും അടയാളങ്ങളും ചൊരിയാൻ പോകുന്ന അത്ഭുത നിമിഷങ്ങളാണ്. നീ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. ജെറമിയായുടെ പ്രവചനം 30-ാം അധ്യായം 17-ാം തിരുവചനം, ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും, നിന്റെ മുറിവുകൾ സുഖപ്പെടുത്തും, കർത്താവ് അരുളി ചെയ്യുന്നു. ഈ ശുശ്രൂഷ സമയത്ത് സകല രോഗികൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. രോഗപീഠകളിലൂടെ വലയുന്ന ഓരോ വ്യക്തിയുടെ മേലും കർത്താവിൻ്റെ സൗഖ്യം വെളിപ്പെടട്ടെ. മനസ്സിലെ മുറിവുകൾ കർത്താവ് സുഖപ്പെടുത്തട്ടെ. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരുടെ മേൽ ഒരു പുതിയ ശക്തി വെളിപ്പെടട്ടെ. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കണ്ണുകളടച്ച് യേശുവിൻ്റെ നാമം പറഞ്ഞ് പ്രാർത്ഥിക്കുക. ജെറമിയായുടെ പ്രവചനം 31-ാം അധ്യായം
അധ്യായം 9-ാം തിരുവചനം. കണ്ണീരോടെയാണ് അവൻ വരുന്നത്, എന്നാൽ ഞാൻ അവരെ ആശ്വസിപ്പിച്ച് നയിക്കും. ഞാൻ അവരെ നീരൊഴുക്കിലേക്ക് നയിക്കും. അവരുടെ വഴി സുഗമമായിരിക്കും, അവർക്ക് കാലിടറുകയില്ല. ഏതെല്ലാം പ്രതിസന്ധികളിലൂടെ പോകുന്ന ദൈവജനമേ, കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കണ്ണടച്ച് ഈശോയെ എന്ന് വിളിക്കുമ്പോൾ നിനക്ക് വേണ്ടി ദൈവം ഒരു വഴി തുറക്കും. നിന്റെ തടസ്സം കർത്താവ് മാറ്റും. നിനക്ക് കാലിടറുകയില്ല. കണ്ണുനീരോടാണ് വരുന്നത്, പക്ഷേ കർത്താവ് നിന്നെ ആശ്വസിപ്പിച്ച് നയിക്കും. ഇത് സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എഫേസസ് ലേഖനം 3:20 നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന അവിടുത്തേക്ക് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഓ ദൈവമേ, ഞാൻ ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന അവിടുത്തേക്ക് മഹത്വം ഉണ്ടായിരിക്കട്ടെ. 2 മക്കബായ 8:18 അവർ ആയുധത്തിലും സാഹസകൃത്യങ്ങളിലും ആശ്രയിക്കുന്നു. നമുക്കെതിരെ വരുന്ന ശത്രുക്കളായ ലോകം മുഴുവനെ തന്നെയും അങ്കുലി ചലനം കൊണ്ട് തറ പറ്റിക്കാൻ കഴിയുന്ന സർവശക്തനിലാണ് നമ്മുടെ പ്രത്യാശ. കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചോ. നിന്നെ പീഡിപ്പിക്കുന്ന തിന്മകളെ, നിന്നെ പീഡിപ്പിക്കുന്ന വ്യക്തികളെ, സംഭവങ്ങളെ, പ്രത്യയശാസ്ത്രങ്ങളെ ഈ നിമിഷം നീ വിശ്വസിക്കുക. വചനത്തിന്റെ ശക്തിയാൽ ആട്ടിപ്പായിക്കട്ടെ. അവയെ തറപറ്റിക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവം. ദിനവൃത്താന്ത പുസ്തകം 2:7-15 ഇവിടെ നിന്ന് ഉയരുന്ന പ്രാർത്ഥനകൾക്ക് നേരെ എന്റെ കണ്ണും കാതും ജാഗരൂകമായിരിക്കും. കരങ്ങൾ ഉയർത്തി ഈശോയെ എന്ന് വിളിക്കട്ടെ, 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 വിളിക്കട്ടെ. ഓ ദൈവത്തിന്റെ ആത്മാവ് പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയിലും അത്ഭുതങ്ങളും അടയാളങ്ങളും ചൊരിയട്ടെ. വിശ്വസിക്കട്ടെ. പോരാ, കരങ്ങൾ ഉയർത്തി ഈശോയെ എന്ന് വിളിക്കട്ടെ, വിളിക്കട്ടെ, വിളിക്കട്ടെ. അഭിഷേകത്തിന്റെ ആത്മാവ് ദൈവജനത്തിന്റെ മേൽ ഒഴുകപ്പെടട്ടെ. ഒരു പുതിയ ശക്തി, ഒരു പുതിയ അഭിഷേകം ദൈവജനത്തിന്റെ മേൽ ഒഴുകപ്പെടട്ടെ. ആരാധന, 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 ആരാധന. ഓ ദൈവമേ, ഞങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ പറഞ്ഞ വചനങ്ങളെല്ലാം നമ്മിൽ പൂർത്തീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന നിമിഷം ഇതാ പരിശുദ്ധാത്മാവ് അതിശക്തമായി നമ്മിൽ ഇടപെടും. ഏതെങ്കിലും തെറ്റിദ്ധാരണയും മനസ്സിലെ ഭാരവും വചനം സ്വീകരിക്കാൻ തടസ്സമൊക്കെ ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് അതെല്ലാം എടുത്തു മാറ്റും. ഒരു പുതിയ അഭിഷേകം നമ്മിലേക്ക് ചൊരിയും. കരങ്ങൾ കൂപ്പി കണ്ണടച്ച് പ്രാർത്ഥിച്ചോ. ഓ കർത്താവേ, ഈ ശുശ്രൂഷ സമയത്ത് അത് സംഭവിക്കട്ടെ. കർത്താവേ, എൻ്റെ മേൽ അത്ഭുതകരമായൊരു കൃപ വെളിപ്പെടട്ടെ. കരങ്ങൾ കൂപ്പി ഒന്ന് കണ്ണടച്ചേ, പ്രത്യേകിച്ച് പ്രാർത്ഥിക്കണം. ഈശോയെ, ഈ ശുശ്രൂഷ സമയത്ത് കാണപ്പെടുന്ന ഒരു അഭിഷേകം, എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കുന്ന കാണപ്പെടുന്ന ഒരു അഭിഷേകം, ഒരടയാളം എനിക്ക് നൽകണമേ. കരങ്ങൾ കൂപ്പി പരിശുദ്ധ അൽത്താരയിലുള്ള യേശുവിൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. ഈശോയെ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നതിൻ്റെ ഭാഗമായി എൻ്റെ കുടുംബം, എൻ്റെ ജീവിത വഴികൾ, എൻ്റെ കമ്മ്യൂണിറ്റി, ഞാനായിരിക്കുന്ന വഴികളിലൊക്കെ വലിയ അഭിഷേകം കൊണ്ട് നിറയപ്പെടട്ടെ. നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ദൈവത്തിന് മുമ്പിലേക്ക് കരങ്ങൾ നീട്ടി നിന്റെ രോഗം അതെന്താണോ അത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഈശോയ്ക്ക് കൊടുത്ത് പ്രാർത്ഥിക്കുക. ക്യാൻസർ രോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. വൈദ്യശാസ്ത്രം ഉപേക്ഷിച്ചിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാവും. ഇനി നീ രക്ഷപ്പെടില്ല എന്നവർ പറഞ്ഞിട്ടുണ്ടാവും. ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടാവും. എന്നാൽ കർത്താവ് നിന്നിൽ അത്ഭുതകരമായിട്ട് ഇടപെടുന്ന സമയമാണ്. കർത്താവ് നിന്നിൽ അത്ഭുതകരമായിട്ട് ഇടപെടുന്ന സമയമാണ്. നിന്റെ ബുദ്ധിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യങ്ങൾ കർത്താവ് ചൊരിയുന്ന സമയമാണ്. 2 കരങ്ങളും പരിശുദ്ധ അൽത്താരയിലേക്ക് നീട്ടിപ്പിടിച്ച് കണ്ണുകളടച്ച് ഈശോയെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഏത് രോഗമാണോ ആ രോഗത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ആ രോഗപീഠകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ ശക്തി നിന്റെ ശരീരത്തിലേക്ക് വെളിപ്പെടട്ടെ. ഒരു പുതിയ ശക്തി നിന്റെ ശരീരത്തിലേക്ക് വെളിപ്പെടട്ടെ. തടസ്സങ്ങൾ കർത്താവ് എടുത്ത് മാറ്റട്ടെ. ഒരു പുതിയ ശക്തി ദൈവജനത്തിൻ്റെ മേൽ വെളിപ്പെടട്ടെ. നന്നായിട്ട് പ്രാർത്ഥിച്ചു കൊള്ളുക. ഈശോയെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുക.
ദൈവത്തിന്റെ ശക്തി നിന്നിൽ വെളിപ്പെടുന്നു. സ്കിൻ അലർജി രോഗമുള്ള 11-ലധികം പേരെ ഈശോ തൊട്ട് സുഖപ്പെടുത്തുന്നു. കർത്താവിന്റെ സന്ദേശം ഈ സമയത്ത് വ്യക്തികൾ സ്വീകരിച്ച് പ്രാർത്ഥിക്കട്ടെ. നിനക്കുള്ള രോഗങ്ങളും രോഗപീഠകളും ഈ സമയത്ത് വിശ്വസിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതിലൊരു ദൈവിക ഇടപെടൽ സംഭവിക്കുകയാണ്. ഭാരപ്പെട്ട് പ്രാർത്ഥിക്കുന്ന സഹോദര, ഈശോ നിന്നെ തൊട്ട് സുഖപ്പെടുത്തുന്നു. നീ ഭാരപ്പെടണ്ട എന്ന് ഈശോ പറയുന്നു. ഈശോ നിന്നെ തൊട്ട് സുഖപ്പെടുത്തുന്നു. 2 കരങ്ങളും നെഞ്ചോട് ചേർത്ത് കണ്ണടച്ച് പ്രാർത്ഥിച്ചോളൂ. യേശുവിന്റെ ശക്തിയാണ് നിന്നിൽ നിറയുന്നത്. നീ കേട്ട വചനങ്ങൾ നിന്റെ തലയ്ക്ക് മുകളിൽ വലിയൊരു അഭിഷേകം പോലെയുണ്ട്. കർത്താവ് നിന്നെ അനുഗ്രഹിക്കുക. ഭയന്നു വിറച്ച ശ്ലീഹന്മാരെ ശക്തനാക്കിയവൻ, ലോകം മുഴുവൻ സാക്ഷ്യം നൽകാൻ കൃപയെന്നേകിയപ്പോൾ. ഭയന്നു വിറച്ച ശ്ലീഹന്മാരെ ശക്തനാക്കിയവൻ, ലോകം മുഴുവൻ സാക്ഷ്യം നൽകാൻ കൃപയെന്നേകിയപ്പോൾ. എന്നിലെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ, ഫലദാന വരങ്ങളാലെ ശോഭിതമാക്കണമേ. ഹോറേബ് മാമലമേലെ മുൾപ്പടർപ്പിന്റെ ഉള്ളിൽ എരിയുന്ന തീക്കനലായി കത്തിജ്വലിച്ചവനെ.